ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള മുട്ട സുർക്കയാണ്. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ രുചികരമായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ മുട്ട സുർക്ക തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ 1 കപ്പ് അളവിൽ പച്ചരി വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. നമ്മൾ രാത്രിയിൽ വെള്ളത്തിലിടുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് നന്നായിട്ടിനെ പച്ചരി എല്ലാം ഒന്ന് കുതിർന്നിട്ടുണ്ടാവും. ഞാനിപ്പോൾ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് പൊന്നിയരി ഉണ്ടല്ലോ, പൊന്നിയരിയിലും ഇതുപോലെ നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് തയ്യാറാക്കാവുന്നതാണ്. 1 കപ്പ് അളവിലാണ് കേട്ടോ പച്ചരി എടുത്തിട്ടുള്ളത്, 200 ഗ്രാം. അപ്പോൾ ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഇനി മാറ്റിയിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് എടുക്കാം. നമ്മുടെ ഈ അരിയെല്ലാം ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്, വെള്ളം ഒട്ടും ഇല്ലാതെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് വേവിച്ചെടുത്ത ചോറാണ്. 1/4 കപ്പ് അളവിലാണ് കേട്ടോ ചോറ് എടുത്തിട്ടുള്ളത്, അത് ചേർക്കാം. നമ്മൾ സാധാരണ വീട്ടിൽ വെക്കുന്ന ചോറ് തന്നെ 1/4 കപ്പ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. 1 ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നത്. കൂടെ ഇനി 1/2 കപ്പ് അളവിൽ മാത്രം വെള്ളം കൂടി ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. വേറെ എക്സ്ട്രാ ഒരു ചേരുവകളും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടില്ല. ഇനി നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബോളിലേക്കൊന്ന് മാറ്റാം. ഇത്രയും കട്ടിക്കാണ് കേട്ടോ ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് ലൂസായി പോകരുത്, അതുപോലെ തന്നെ തീരെ കട്ടിയായിട്ടും ആവശ്യമായിട്ടില്ല. ഈ 1/2 കപ്പ് അളവിൽ വെള്ളത്തിലാണ് അരച്ചിട്ടുള്ളത്. നമ്മളൊരു സ്പൂൺ കൊണ്ട് ഇതുപോലെ മാവ് കോരി നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാകണം കേട്ടോ. ഇത്രയും ഫൈനായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വേറെ പണിയൊന്നുമില്ല, ഇതുടൻ തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. ഇതുടൻ ചുടുന്നതിനേക്കാളും കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ചുട്ടെടുക്കുന്നതാണ് കൂടുതൽ രുചികരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനിപ്പോൾ ഒരു 5 മണിക്കൂർ ഇതിങ്ങനെ ഒന്ന് വെക്കുകയാണ്. നമ്മുടെ മാവ് ഒന്ന് നന്നായിട്ടൊന്ന് ഫെർമെൻ്റായി കിട്ടാനായിട്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചൂടാം, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആ ടേസ്റ്റിന് ഒരല്പം വ്യത്യാസം തോന്നിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഞാനൊരു 5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് മാത്രമാണ് ഈ മാവ് ഒന്ന് ചുട്ടെടുക്കുന്നത്. എന്നാൽ ശരി, ഇതൊരു 5 മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. 5 മണിക്കൂറിന് ശേഷം നമ്മുടെ മുട്ട സുർക്ക പൊരിച്ചെടുക്കാനുള്ള എണ്ണ ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു കുഴിഞ്ഞ ഒരു കടായിൽ വേണം കേട്ടോ നമ്മൾ എണ്ണ ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട്. എണ്ണ ആദ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം. പിന്നീട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടാകാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നീട് ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെക്കണം. എന്നിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. മാവ് ഒഴിച്ച് കൊടുത്ത് ഒരു 10-20 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും തനിയെ ഇതുപോലെ ഇത് പെരുകി വരും കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് തട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ പുറത്ത് എണ്ണ ഒഴിക്കേണ്ട ഒന്നും ആവശ്യമില്ല. ഇനി നമുക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ മുട്ട സുർക്കയുടെ ചുറ്റിലും ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് കളറ് മാറി തുടങ്ങും, അപ്പോഴത്തേക്കും ഇതെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ നമ്മുടെ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ മുട്ട സുർക്കയും ഒന്ന് പൊരിച്ചെടുക്കാം. നമ്മളിതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയാണ്. ഈ ഒരു രീതിക്ക് വേണം കേട്ടോ മാവിൻ്റെ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ഉണ്ടാകാനായിട്ട്. ഒരുപാട് തിക്കായി പോകണ്ട, തീരെ ലൂസായും പോകണ്ട. നമ്മുടെ മുട്ട സുർക്കയുടെ ആ ഒരു പുറം ഭാഗം പെരുകി വന്ന ഒരു ഭാഗം നല്ല കനം കുറഞ്ഞിട്ടാണുള്ളത് കേട്ടോ. അപ്പോൾ അതല്ല, ആ ഒരു സൈഡല്ല നമുക്ക് വെന്ത് കിട്ടേണ്ടത്, ഇതിന് താഴ്ഭാഗമാണ് വെന്ത് കിട്ടേണ്ടത്. ഇവിടെയാണ് ആ മാവ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അതിൻ്റെ പേരിൽ ഈ ഒരു ഭാഗം വേണം കേട്ടോ നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ടത്. കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചിട്ടും എടുത്ത് വേണം കേട്ടോ നമ്മുടെ മുട്ട സുർക്ക തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇത് മുട്ട സുർക്കയെന്നും ചില സ്ഥലങ്ങളിൽ മുട്ടാപ്പം എന്നും പറയും കേട്ടോ. മുട്ടയില്ലാത്ത മുട്ടാപ്പമാണ്. വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ കഴിക്കാൻ നമുക്ക് ഈ ഒരു മുട്ട സുർക്ക എടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നോൺ വെജ് കറികളാണ്. ചിക്കൻ കറി, മട്ടൻ, ബീഫ്, അങ്ങനെയുള്ള കറികളൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷൻ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഉറപ്പായിട്ട് ഇതുവരെ ഇതുപോലൊരു മുട്ട സുർക്ക, മുട്ടാപ്പം നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.